പതിവ് പോലെ ഇന്നും പറയാൻ പോകുന്ന കഥയിലേക്ക് എന്റെ എല്ലാ നല്ലവരായ മിത്രങ്ങളെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. അങ്ങനെ അനന്തുവിന് 23 വയസ്സായി. അവൻ എപ്പോഴും ചുമ്മാതിരുന്ന് സമയം കൊല്ലലായിരുന്നു പണി. അങ്ങനെ ഇരുന്നപ്പോഴാണ് അവൻ ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിൽ നിന്നും ഒരു വിളി വരുന്നത്. ഹലോ, അനന്തു അല്ലേ? നിങ്ങളെ ഇന്റർവ്യൂവിലേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ലെറ്റർ ഇമെയിൽ വഴി അയക്കാം. 2 മാസം മുമ്പ് നടന്ന ഇന്റർവ്യൂ ആയിരുന്നു. ഇപ്പോഴാണ് റിസൾട്ട് വരുന്നത്. അവനാണെങ്കിൽ സത്യം പറഞ്ഞാൽ ജോലിക്ക് പോകാൻ ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. കാരണം പ്രായമായി വരുന്ന അച്ഛനാണെങ്കിൽ ഒട്ടും വയ്യാണ്ടായി. അങ്ങനെ അമ്മയുടെയും പെങ്ങളുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൻ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചത്. അവന്റെ വീട് ചേർത്തലയാണ്. അമ്മയും അച്ഛനും ഒരനിയത്തിയും. അതാണ് അവന്റെ ആ കൊച്ചു കുടുംബം. അനിയത്തി +2 കഴിഞ്ഞു. അവൾ അവന്റെ കൂട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. അവന്റെ അനിയത്തി അത്രയ്ക്ക് വലിയ സൗന്ദര്യമൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. അവനെ കണ്ടു കഴിഞ്ഞാൽ ഒരു സിനിമാ നടന്റെ ലുക്കായിരുന്നു. അവന്റെ ആ ബോഡി സ്ട്രക്ചർ ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവനെ ഒരു പെണ്ണ് തേച്ചിട്ട് പോയി. അന്നു മുതൽ അവളോടുള്ള വാശിക്ക് അവൻ ജിമ്മിലൊക്കെ പോയി നല്ല ബോഡി സ്ട്രക്ചറൊക്കെ ആയി. അതുകൊണ്ട് ഇപ്പോഴൊരു ഉപകാരമുണ്ടായി. സർവ്വ പെൺകുട്ടികളും അവന്റെ പുറകെയായിരുന്നു. അങ്ങനെ ശല്യം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ വീട്ടുകാർ തന്നെ നിർബന്ധിച്ചാണ് അവനെ ഇന്റർവ്യൂവിന് വിട്ടത്. അങ്ങനെ എല്ലാവരുടെയും നിർബന്ധപ്രകാരം അവൻ ജോലിക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ ജോലിക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. തിരുവനന്തപുരത്താണ് അവരുടെ കമ്പനി. അതുകൊണ്ട് ദിവസവും പോയി വരാൻ പറ്റില്ല. വല്ല ഹോസ്റ്റലോ വീടോ വാടകയ്ക്കെടുത്ത് താമസിക്കണം. മാത്രമല്ല ചിലവും കൂടുതലാകും. അതുമാത്രമോ, അവനെ ഒറ്റയ്ക്ക് വിട്ടാൽ അവന്റെ തോന്നിവാസവും കൂടും. അങ്ങനെയുള്ള പേടിയും വീട്ടുകാർക്കുണ്ടായിരുന്നു. അതിന്റെ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അമ്മ കയറി പറഞ്ഞത്, നീ വേറെ എവിടെയും പോകണ്ട, രേഖ എവിടെയല്ലേ താമസിക്കുന്നത്? അമ്മയുടെ ആങ്ങളയുടെ ഭാര്യയാണ് രേഖ. രേഖമാമിയുടെ പേര് കേട്ടതും അവന്റെ മനസ്സിലൊരു പൂത്തിരി കത്തി. സത്യം പറഞ്ഞാൽ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഒരു സൗന്ദര്യധാമമാണ് രേഖമാമി. ആ നോട്ടവും ആ ശരീരവടിവും ആര് കണ്ടാലും നോക്കി നിന്നു പോകും. ആനച്ചന്തം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയായിരുന്നു രേഖമാമി. കുലുങ്ങിയുള്ള ആ നടത്തം അവന്റെ മനസ്സിലേക്ക് ഓടി വന്നു. അമ്മ പറഞ്ഞു, നീ അവളുടെ അടുത്ത് പോയി താമസിക്ക്. അവിടെ ആണെങ്കിൽ അവൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അവൾക്കൊരു കൂട്ടുമാകും. പിന്നെ എനിക്കിവിടെ ഒരു സമാധാനവും ഉണ്ടാകും. നിനക്ക് വാടകയും കൊടുക്കേണ്ടി വരില്ലല്ലോ. മാമിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്കൊരു 2 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഓർമ്മ വന്നത്. മാമിയുടെ ഏകമകന്റെ വിവാഹമായിരുന്നു അന്ന് കല്യാണമെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകാൻ ഒരുപാട് സമയമെടുത്തു. അവസാനം കുടുംബക്കാർ മാത്രമായി. അന്ന് രാത്രി മുറിക്കകമെല്ലാം പറക്കി ഒതുക്കി കഴിഞ്ഞ് കുളിക്കാനായി ബാത്റൂമിൽ കയറി മാമി. വീട്ടിലുണ്ടായിരുന്ന ബാക്കി എല്ലാവരും കല്യാണത്തിന്റെ ക്ഷീണം കൊണ്ട് നേരത്തെ കിടന്നിരുന്നു. പുതിയ ചെറുക്കനും പെണ്ണും പെണ്ണിന്റെ വീട്ടിലായിരുന്നു. ഞാനും ക്ഷീണം കാരണം ഉറങ്ങാൻ കിടന്നതായിരുന്നു. അതിനിടയ്ക്കൊന്നും ഉള്ളാൻ മുട്ടിയപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നതാണ്. അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും ഒരൊച്ച കേട്ടത്. അത് മാമിയുടെ ശബ്ദമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേഗം അങ്ങോട്ട് ഓടിച്ചെന്നു. ബാത്റൂമിന്റെ കതക് കുറ്റിയിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെന്ന് തുറന്നതും മാമി നിലത്ത് കിടന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ പിടയുകയായിരുന്നു. ഞാൻ വേഗം ചെന്ന് മാമിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. മോനെ, കാല് തന്നെയൊന്നു വീണു. കാലിനാണെങ്കിൽ ഭയങ്കര വേദന. മാമി വേദനയോടെ പറഞ്ഞു. മാമിയുടെ കാലും പുറവുമെല്ലാം ഞാൻ അവിടെ ഇരുന്ന് തടവി കൊടുത്തു. മാമൻ അവിടെ ഇല്ലായിരുന്നു. മാമൻ ഒരു ബിസിനസ്സുകാരനായിരുന്നു. എപ്പോഴും ലോകം ചുറ്റലായിരുന്നു ആളുടെ പണി. എല്ലായിടത്തും ബിസിനസ് തുടങ്ങണമെന്നും എല്ലാം ഒറ്റയ്ക്ക് വലിച്ചുവാരി കൂട്ടണമെന്നും ഒരു ലക്ഷ്യം മാത്രമേ മാമനുള്ളൂ. ഇപ്പോൾ മോന്റെ കല്യാണം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം നിന്നത് തന്നെ. മകന്റെ വിവാഹം കഴിഞ്ഞ ഉടൻ തന്നെ മാമൻ നാടു ചുറ്റാൻ പോയി. പോയാൽ പിന്നെ ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞൊക്കെ തിരിച്ചു വരികയുള്ളൂ. മാമിക്ക് അതിൽ ദേഷ്യമുള്ളതായിട്ട് അവന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവൻ അവിടെ നിന്നും പോയതിനു ശേഷം മാമി ഇടയ്ക്കിടെ അവനെ വിളിക്കാറുണ്ടായിരുന്നു. എങ്കിലും അവിടെ പോയി വന്നതിന് ശേഷം മാമിയുടെ സംസാരത്തിൽ മാറ്റങ്ങൾ ഉണ്ടെന്ന് അവന് മനസ്സിലായി. ആദ്യമൊക്കെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചതിന് ശേഷമാണ് അവനെ വിളിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അവനെ നേരിട്ട് വിളിക്കും. അതും രാത്രി സമയത്ത്. മാത്രമല്ല, മോനെ, കുട്ട എന്നൊക്കെ വിളിച്ചാണ് മാമി അവനെ അഭിസംബോധന ചെയ്യുന്നത്. അത്തരം ഫോൺവിളികൾ തുടർന്നപ്പോൾ അവനും അതിൽ സുഖം കണ്ടെത്തിയിരുന്നു.
മാമിയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അവനും പെരുമാറി. കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാൻ ആരായാലും കൊതിച്ചു പോകും. അവന്റെ ആ പ്രായത്തിൽ അവൻ ആ വാക്കുകൾ ഏറെ ആസ്വദിച്ചു. അവർ ഒരുപാട് അടുത്തു. അങ്ങനെ ഒരു നല്ല നിമിഷത്തിനായി അവർ കാത്തിരിക്കുകയായിരുന്നു. അമ്മ വിളിച്ചപ്പോഴാണ് അവൻ ചിന്തകളിൽ നിന്നും ഉണർന്നത്. എന്താടാ നീ കിടന്ന് ആലോചിക്കുന്നത്? നീ മാമയുടെ അടുത്തേക്ക് പോന്നില്ലേടാ? വിളിക്കുമ്പോഴെല്ലാം അവൾ പറയാറുണ്ട് നിന്നെയും കൂടെ കൊണ്ടുചെല്ലണേ എന്ന്. ഞാൻ അതുകൊണ്ടാ പറഞ്ഞത് നീ അവിടെ നിന്നോളാൻ. ആ പോവാമേ, അമ്മ പറഞ്ഞിട്ട് നീ കേട്ടില്ലെന്ന് വേണ്ട. എന്നാൽ ഞാൻ അവളെ വിളിച്ചു പറയട്ടെ? വേണ്ടമ്മേ, വേണ്ട വേണ്ട, ഞാനൊരു സർപ്രൈസ് ആയിട്ട് പോകാം. ആ അതൊക്കെ നിന്റെ ഇഷ്ടം. അവിടെ പോയി മാമിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്റെ പൊന്നുമോൻ, കേട്ടോ പറഞ്ഞത്? ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേ. ആ എന്നാൽ നാളെ തന്നെ പോകാൻ തയ്യാറായിക്കൂ. പിറ്റേ ദിവസം അവൻ ബാഗെല്ലാം പാക്ക് ചെയ്ത് പോകാൻ ഇറങ്ങി. ട്രെയിനിലാണ് അവൻ പോയത്. മാമിയുടെ വീട്ടിലെത്തിയതും അവൻ കോളിംഗ് ബെല്ലടിച്ചു. എന്നിട്ട് മാറി ഒളിച്ചു നിന്നു. അല്പസമയം കഴിഞ്ഞിട്ടും വാതിൽ തുറന്നില്ല. ഓ ഇനി മാമി വല്ലോടത്തും പോയോ ഈശ്വര? അമ്മ മര്യാദയ്ക്ക് പറഞ്ഞതാണ് വിളിച്ചു പറയാമെന്ന്. അപ്പോൾ താനാണ് പറഞ്ഞത് മാമിക്ക് സർപ്രൈസ് കൊടുക്കണമെന്ന്. ശോ, ഒന്നും കൂടി അടിച്ചു നോക്കാം. അവൻ കോളിംഗ് ബെൽ ഒന്നും കൂടി അടിച്ചു. എന്നിട്ട് മാറി നിന്നു. പെട്ടെന്ന് കതക് തുറന്നു. മാമിയാണ്. വാതിൽ തുറന്ന് മാമി നോക്കി. ആരെയും അവിടെയെങ്ങും കണ്ടില്ല. അവർ ചുറ്റുപാടും അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് അണ്ണാക്ക് വെച്ചുകൊണ്ട് മാമിയുടെ മുന്നിലേക്ക് ചാടി വീണു. ഞെട്ടിപ്പോയ മാമി അവനെ കണ്ടതും, ആ നീയോ? ഇതെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പും ഇല്ലാതെ? എന്തിനാ മാമി മുന്നറിയിപ്പ്? എനിക്ക് എന്റെ ചുന്നരി മാമിയെ ഒന്ന് കാണണമെന്ന് തോന്നി. അപ്പോൾ തന്നെ ഞാൻ പെട്ടിയും കിടക്കയും എടുത്ത് ഇങ്ങോട്ടിങ്ങി പോന്നു, അത്ര തന്നെ. പിന്നെ ഒന്ന് പോടാ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണും നീ. മാമി ചുവന്നു തൊടുത്ത ആ കീഴ്ചുണ്ട് കടിച്ചുകൊണ്ട് അവനെ ഒന്ന് നോക്കി. ആ എന്നാ പാടാ മോനെ അകത്തേക്ക്. എന്നാ ഇനി തിരിച്ചു പോവുക? ഞാൻ പോണില്ല, ഇനി ഇവിടെ തന്നെ ഉണ്ടാകും, മാമിക്ക് മടുക്കുന്നത് വരെ. എനിക്ക് മടുക്കാനോ? കൊള്ളാം, നീ എന്റെ പൊന്നല്ലേടാ. നിന്നെ ഇങ്ങനെയൊന്ന് കിട്ടാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നെന്നറിയാമോ? അതെ മാമി, എനിക്ക് ഇവിടെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. അപ്പോൾ ഇവിടെ നിൽക്കാമല്ലോ എന്ന് കരുതി. മാമിക്ക് സന്തോഷമായിടാ. നീ ആദ്യം പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആക്. എന്റെ റൂമിലെ ബാത്റൂമിൽ തന്നെ പോയിക്കൂ. അവിടെ ബാത്റൂമിൽ തോർത്തും സോപ്പും ഒക്കെ ഉണ്ട്. ഞാൻ അപ്പോഴേക്കും നിനക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ മെനക്കെടണ്ട, നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അവൻ കുളിക്കാനായിട്ട് പോയി. മാമിയുടെ നല്ല മണമുള്ള സോപ്പൊക്കെ ഇട്ട് കുളിച്ചു. കുളിയെല്ലാം കഴിഞ്ഞ് മാമിയുടെ തോർത്തെടുത്ത് തോർത്തി. അത് തന്നെ അരയിൽ ചുറ്റിക്കൊണ്ട് പുറത്തേക്ക് വന്നപ്പോൾ മാമി അവന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കയ്യിൽ അവനായി കരുതിയിരുന്ന മുണ്ടെടുത്ത് അവന് നേരെ നീട്ടിയില്ല. പകരം അവന്റെ അരയിൽ ചുറ്റിക്കൊടുത്തു. വൈശാലി സിനിമയിലെ ഋഷിശൃംഖനെ പോലെ അവൻ കണ്ണുകൾ അടച്ച് കോരിത്തരിച്ച് നിന്നുപോയി. പെട്ടെന്നാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത്. അപ്പോഴാണ് അവർ ആ മൂഡിൽ നിന്ന് ഉണർന്നത്. ഞാൻ നോക്കാം, ചിലപ്പോൾ ആ ഡെലിവറി ബോയ് ആയിരിക്കും. മാമി പോയി ഫുഡും വാങ്ങിച്ചു കൊണ്ടുവന്നു. അതവർ രണ്ടുപേരും കൂടി കഴിച്ചു. പിന്നെ കുറെ നേരം പുറത്ത് ബാൽക്കണിയിൽ പോയിരുന്നു. നല്ല കുളിര് കോരുന്ന മഞ്ഞിൽ അവർ രണ്ടുപേരും ചൂട് പകർന്നുകൊണ്ടിരുന്നു. പിന്നെ രാത്രി ഏറെ ആയപ്പോൾ അവർ അകത്തേക്ക് പോയി. ആ രാത്രി ഒരിക്കലും മറക്കാൻ കഴിയാത്ത രീതിയിൽ അവർ ആഘോഷിച്ചു. പിന്നീടുള്ള മിക്ക രാത്രികളിലും അവർ ഒരു മടിപ്പുമില്ലാതെ ആഘോഷിച്ചുകൊണ്ടേയിരുന്നു.